നമ്മുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് പല ഏരിയയിലും ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് ഒരു കൺസൾട്ടൻറ്റിൻ്റെ ജേണിയിൽ ഒരു മണി പലർക്കും ഒരു ടെൻഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് തിയറി, ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ അവരുടെ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ജേണി അത് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഷിജിൻ ആൻഡ് ശ്രുതി. ഒരു കഴിഞ്ഞ 7 വർഷമായിട്ട് ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് വളരെ കൃത്യതയോടുകൂടി അവരുടെ പേഴ്സണൽ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നിങ്ങളിലേക്ക് ഇവരുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഷിജിൻ ആൻഡ് ശ്രുതി, വെൽക്കം. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് അസ്. താങ്ക് യു. സോ നമുക്ക് ഒരു സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യനിലേക്ക് തുടങ്ങാം. അതായത് നിങ്ങളുടെ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്നാൽ എന്താണ്, അത് എങ്ങനെയാണ് നിങ്ങൾക്ക് അത് വർത്തായിട്ടുള്ളത്? ഞങ്ങളിപ്പോൾ ഫിനാൻസ് പ്ലാനിങ് തുടങ്ങിയിട്ട് 10 കൊല്ലമായി. നമ്മൾ പരിചയം 7 കൊല്ലമായിട്ട്. എനിക്കൊരു 35 ഇയേഴ്സ് വരെ ഞാനൊരു അത്ര ഒരു ഫിനാൻസ് പ്ലാൻഡ് അല്ലായിരുന്നു. അതിൻ്റെ സ്ട്രെസ്സ് നമ്മളെ ലൈഫിലെ പല ഭാഗങ്ങളിലും നമ്മൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഫിനാൻസ് പ്ലാനിങ് ചെയ്തതിന് ശേഷമാണ് കുറേയൊക്കെ ഒരു ലൈഫിനെ നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. ലൈഫിൻ്റെ എല്ലാ ആസ്പെക്ട്സിലും, ഫാമിലി ലൈഫായാലും എല്ലാത്തിലായാലും ഒരു ക്ലാരിറ്റി വന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലൂടെയാണ്. ഓക്കെ, ഹൗ അബൌട്ട് ശ്രുതി? Like Shijin said, ഒരു ക്ലാരിറ്റി ഇൻ ഫിനാൻസ്, ഹൗ ടു മാനേജ് മണി എന്നുള്ളത് മനസ്സിലാക്കിയ പിന്നെയാണ് ഒരു സ്ട്രെസ് റിലീഫായത്. ആ ഒരു ഡെയിലി ലൈഫിൽ എന്ത് എക്സ്പെൻസ് വന്നാലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. വി ക്യാൻ ഡു ഇറ്റ്. ഫ്യൂച്ചർ ഇസ് നോട്ട് സ്ട്രെസ്ഫുൾ എന്നുള്ളൊരു ഐഡൻറ്റിഫിക്കേഷൻ മനസ്സിലായത്. കോൺഫിഡൻസ്. ഓക്കെ, ഫൈനാൻഷ്യൽ പ്ലാനിങ് ഇല്ലാത്ത കാലത്ത് ഇപ്പോൾ പറഞ്ഞ ഫൈനാൻഷ്യൽ സ്ട്രെസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ. വൈ ഡിഡ് യു ഫീൽ ദാറ്റ് സ്ട്രെസ് ആ ഒരു സമയത്ത്? അതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് എൻ്റെ രണ്ടാമത്തെ മോള് ജനിക്കുന്ന സമയത്താണ്. എനിക്കന്ന് 35 വയസ്സാണ്. നമ്മൾ രണ്ടുപേരും അത്യാവശ്യം ഏൺ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ബട്ട് നമുക്ക് എല്ലാ മന്ത് എൻഡും നമുക്ക് പ്രോബ്ലമാണ്. ഫ്യൂച്ചറിലൊന്നുമില്ല. എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു 10 കൊല്ലം മുന്നേ നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഡിസൈഡ് ചെയ്തു ദാറ്റ് ഗോയിങ് ഫോർവേഡ് നമ്മളെ ലൈഫ് ഫിനാൻസായിട്ട് കുറച്ചും കൂടെ ക്ലാരിറ്റി വേണമെന്ന്. അങ്ങനെ വി വെൻറ്റ് ഔട്ട് ഫോർ ഒരു മീറ്റിങ്ങിന്. അന്ന് നമ്മളെ കംപ്ലീറ്റ് ഫിനാൻസസ്, നമ്മളെ എക്സ്പെൻസസ് എല്ലാം നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് തുടങ്ങി. പറയുകയാണെങ്കിൽ ഐ തിങ്ക് അബൌട്ട് ഒക്ടോബർ 2015. യാ, അന്ന് നമ്മളെ എക്സ്പെൻസൊക്കെ ഡോക്യുമെൻ്റ് ചെയ്തതിന് ശേഷം വി ആർ വെരി ഹാപ്പി ടു സേ കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ട് എവറി മന്ത് റിലീജിയസ്ലി അറ്റ്ലീസ്റ്റ് ട്വൈസ് നമ്മൾ ഇരുന്ന് നമ്മളെ ഫിനാൻസ് ബഡ്ജറ്റ് രാഹുലിന് അതിൻ്റെ പല കാര്യങ്ങളും അറിയാം. നമ്മളെ എല്ലാം എക്സൽ ഷീറ്റിലുള്ളതും രാഹുലിന് അറിയാം. യു എയിലെ ലൈഫ് സ്റ്റൈലിൽ ഓക്കെ നമുക്ക് എക്സ്പെൻസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സ്പെൻഡിങ്ങിൻ്റെ. എല്ലാം കൂടി വരുമ്പോൾ ഒരു പ്രോപ്പർ സിസ്റ്റം, ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റം നമ്മൾ റിയലൈസേഷൻ ചെയ്യേണ്ടത് എപ്പോഴാണ് ഐഡിയലി? അത് എത്ര നേരത്തെ തുടങ്ങുന്നു അത്രയും ബെറ്റർ എന്നേ ഞാൻ പറയൂ. ഇപ്പം ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞ പോലെ എൻ്റെ ഈ 35th ഇയറിൽ എൻ്റെ ഫിനാൻസ് ഭയങ്കര മോശമായിരുന്നു. അതായത് കാർഡ്, ഡെറ്റ്. ഞാനൊരു നല്ലൊരു ഫാമിലിയിൽ നിന്നാണ് വന്നത്. ഫിനാൻഷ്യലി ഓക്കെ ആയിട്ടുള്ള ഫാമിലിയാണ്. പക്ഷെ എൻ്റെ പേഴ്സണൽ നോക്കുമ്പം അസറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഇന്ന് എൻ്റെ ഹൈൻഡ്സൈറ്റ് ഞാൻ ആലോചിക്കുമ്പം ഒരു 10 കൊല്ലം മുന്നേ ചെയ്തിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നുന്നു. സോ ഏറ്റവും ഏർലി ടു തുടങ്ങുക ബിഫോർ യു ഗെറ്റ് ഇൻ ടു ട്രാപ്പ്. ബട്ട് ട്രാപ്സ് ഓൾസോ ടീച്ച് യു ലെസൺസ് അല്ലേ? ഞാൻ അതുപോലെ തന്നെ ഈ റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ ആ ഒരു റെസ്പോൺസിബിലിറ്റീസിനെ ഏത് ഇമോഷനിലാണ് കാണുന്നത് നിങ്ങൾക്ക്? കാരണം അത് ഫൈനാൻഷ്യൽ ആസ്പെക്ട്സ് ഒരുപാട് വരുന്നുണ്ട്, അതുപോലെ തന്നെ എല്ലാ ഏരിയയിലും നമ്മളുടെ ശ്രദ്ധ വരുന്നുണ്ട്. അതെങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് ആ ഒരു റെസ്പോൺസിബിലിറ്റീസ്? ഇപ്പോഴാണോ അല്ലെ പണ്ടാണോ? ഇപ്പോഴും പണ്ടും കൂടെ പറയാം, 2 രീതിയിൽ. അല്ല, പണ്ട് റെസ്പോൺസിബിലിറ്റീസ് പേടിയായിരുന്നു. അതായത് ഇപ്പം എനിക്കൊരു മകനൊരു മകളാണ്. മകൾ ഈ പറഞ്ഞ പോലെ 2015 ജനിക്കുന്നു, മകൻ 2011 ജനിക്കുന്നു. മകൻ്റെ കോളേജിനെ കുറിച്ചൊക്കെ അന്ന് ആലോചിക്കുമ്പോൾ ആദ്യമായിരുന്നു വാട്ട് വിൽ വി ഡു. അപ്പം അന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, നമ്മൾ കണ്ടുവരുന്ന ആൾക്കാരെ പോലെ ലോൺ എടുക്കുക, ഇത് ചെയ്യുക എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്. ഇന്നിപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് വരുമ്പം നമുക്കറിയാം എന്നാണ് ആ കൊല്ലം വരാൻ പോകുന്നത്, അതിന് എത്ര നേരത്തെ പ്രിപ്പയർ ചെയ്യണം അല്ലേ? അപ്പം
ഹാപ്പിനെസ് അല്ലേ ഇതിനകത്ത് ഐഡിയലി ഇപ്പോൾ? ഒരുപാട് ഹാപ്പിനെസ് ആണ്. നമ്മൾക്ക് ഒരു ചാലഞ്ചിനെ പ്രിപ്പയർ ചെയ്തിട്ട് അതിനെ നമ്മൾ മറികടക്കാൻ നമ്മൾ കേപ്പബിൾ ആണെന്ന് അറിയുന്നത് പേഴ്സണലി നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് തരും. ലൈഫ് ഈസ് ഫുൾ ഓഫ് ചാലഞ്ചസ്. ഇതിനകത്ത് മജോറിറ്റി പാർട്ട് ഫൈനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാം. നിങ്ങൾ പറയുന്ന പോലെ 90% ഓഫ് ദ തിങ്സ് മണി ക്യാൻ മാനേജ്. ആ മണി നമ്മളൊരു 90% മാനേജ് ചെയ്താൽ ബാക്കി ഒരു 10% ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആവും. സോ നിങ്ങൾ നിങ്ങളുടെ ഒരു ജേണിയിൽ ലൈഫ് ജേണിയിൽ ഒരു എത്ര ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സിനെ മീറ്റ് ചെയ്തിട്ട് കാണാം? നമ്മൾ അത്യാവശ്യം കുറേ പേരെ കണ്ടിട്ടുണ്ട്. ഒരു ഫിഗർ പറയുകയാണെങ്കിൽ നമ്മൾ ഇൻ പേഴ്സൺ ഒരു 6-7 പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഓൺലൈനിൽ കുറേ പേരെ കണ്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ലല്ലോ, ഇന്നിപ്പോൾ യൂട്യൂബിൽ എന്തോരം അഡ്വൈസസ് ഉണ്ട്. പിന്നെ പ്രോഡക്ട്സും ഇഷ്ടംപോലെ ഉണ്ട് മാർക്കറ്റില്. ഒരുപാട് പേരെ ചെയ്താൽ തന്നെ കിട്ടും. അതെ. അപ്പം നമ്മൾ അതിന് സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ച്. പിന്നെ അത് കൂടാതെ ഒരു ചോദ്യം ചോദിക്കട്ടെ ഇതിനോട് കണക്ട് ചെയ്താൽ, ഈ AI ഒക്കെ വരുന്ന കാലത്ത് നമുക്കൊരു ഇൻപുട്ട് കൊടുത്താൽ മതി. ChatGPT ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ആൻസേഴ്സ് ആവാം, പെർസ്പെക്റ്റീവ്സ് ആവാം, എല്ലാം കിട്ടും. ഇതിൽ ഈ ഒരു സമയത്തും പക്ഷെ ഇതിനൊക്കെ നല്ല കൃത്യമായിട്ട് പ്രോംപ്റ്റ് കൊടുക്കാനും ചെയ്യാനറിയും. എന്നിട്ടും വൈ ആർ യു ഹോൾഡിങ് മീ? അല്ല, അതിൻ്റെ റീസൺ നമ്മളെ ജേണി തന്നെയാണ്. രാഹുൽ കാണുന്നുണ്ട് നമ്മളെ വളർച്ച. പിന്നെ നമ്മളെ ഒരു ChatGPT ഒരിക്കലും നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ തന്ന അഡ്വൈസ് അബൌട്ട് ഇൻവെസ്റ്റിംഗ് ഇൻ അപ്പാർട്ട്മെൻറ്റ്സ്, ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു ChatGPTക്ക് മനസ്സിലാക്കാം. നമ്മളെ ആംബിഷൻസ് നിങ്ങൾക്കറിയാം, നമ്മളെ ആസ്പിറേഷൻസ് നിങ്ങൾക്കറിയാം, നമുക്ക് എവിടെ എത്തണം നിങ്ങൾക്കറിയാം. അപ്പോൾ അതെനിക്ക് സംസാരിക്കാൻ എനിക്കൊരു കോൺഫിഡൻസ് നിങ്ങളോടുണ്ട്. നിങ്ങളതെനിക്ക് തിരിച്ച് യു ഹാവ് പ്രൂവ്ഡ് ഇറ്റ് ടു മീ മെനി ടൈംസ്. അതൊരിക്കലും ഒരു AIക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളെ മനസ്സിലാക്കി നമ്മളൊരു ഫ്രണ്ടായി നമ്മളെ കൂടെ നിന്നിട്ട് നമ്മളും വളരണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ AI ചെയ്യുന്ന എനിക്കൊരിക്കലും ഒരു മ്യൂച്വൽ ട്രസ്റ്റിന്റെ ബേസിസിൽ ഉള്ള ഒരു ജേർണിയാണ്. അതെ. അപ്പം നമുക്കറിയാം, നമുക്ക് എന്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് സമയം റീച്ച് ഔട്ട് ചെയ്യാൻ ഈ അഡ്വൈസർ ഉണ്ട്. റീച്ച് ഔട്ട് ചെയ്താൽ അതിനുള്ളൊരു ക്ലാരിറ്റി കിട്ടും. ഞാൻ അതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം അടിച്ചു. ഇപ്പോൾ 6-7 അഡ്വൈസേഴ്സിനെ കണ്ടു എന്ന് പറഞ്ഞു. ഈ 7 അഡ്വൈസേഴ്സിൽ ഞാൻ എപ്പോഴും പറയുക, ഞാനെപ്പോഴും ആസ് എ പേഴ്സൺ, ആസ് എ ഫൈനാൻഷ്യൽ അഡ്വൈസർ, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് എന്നേക്കാളും വളരെയധികം നല്ല ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് ഉണ്ട്. അവരിലും എങ്ങനെ ബെറ്ററായിട്ട് നമുക്ക് അവർക്ക് സെർവ് ചെയ്യാം എന്ന് മാത്രമാണ് എൻ്റെ കോമ്പറ്റീഷൻ. അതിലേറ്റവും നമ്മളെ ഷാർപ്പൻ ചെയ്ത് നിർത്തുക എന്നാണ്. അപ്പോൾ ഈ ഫൈനാൻഷ്യൽ അഡ്വൈസർ 6-7 പേരെ കണ്ടു. ഞാൻ നിങ്ങളിലേക്ക് എത്തിയ ജേണി, ഞാൻ അതല്ലാതെ ബാക്കിയുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സിൽ എന്താണ് ഒരു അഡ്വൈസർ എന്ന നിലയിൽ അവർക്ക് അവരുടെ ഒരു കരിയർ ബിൽഡ് ചെയ്യണമെങ്കിൽ എന്താണ് നിങ്ങൾ കണ്ടേക്കുന്ന ഒരു എക്സ് ഫാക്ടർ, എങ്ങനെയാകാം? എൻ്റെ ഓർമ്മ നമ്മൾ തുടങ്ങുന്നത് ജോൺ എന്ന് പറയുന്നത് നിങ്ങളെ എക്സ് കൊളീഗായിട്ട് നമ്മൾ തുടങ്ങുന്നത്. നല്ലൊരു ഹി വാസ് ദ വൺ ഹു ആക്ച്വലി ടോൾഡ് us ഹൗ ടു സ്റ്റാർട്ട് എന്നുള്ളത്. രാഹുൽ വന്നിട്ട്, രാഹുലിൻ്റെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മളെ ഫസ്റ്റ് മീറ്റിങ്ങിൽ യു കെയിം വിത്ത് ഒരു ക്വസ്റ്റ്യനെയർ പോലെ വന്നിട്ട് നിങ്ങൾ നമ്മളെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുത്തെടുത്തു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നമുക്ക് ഒരു ചാർട്ട് ഉണ്ടാക്കി കാണിച്ചു തന്നു, ഹൗ മൈ ലൈഫ് വുഡ് ബി ഇൻ ദ നെക്സ്റ്റ് 50 years. അതൊരു ഐ ഓപ്പണർ തന്നെയായിരുന്നു. അതായത് എനിക്ക് ഇന്ന വയസ്സിൽ ഇന്ന എക്സ്പെൻസ് ഇന്ന ഇത് എൻ്റെ കംപ്ലീറ്റ് ആ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് ആരും ഇതുവരെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നും നിങ്ങളൊരു 2 സ്റ്റെപ്പ് ഫോർവേഡ് ചിന്തിക്കുകയായിരുന്നു നമ്മളെ ലൈഫിന് വേണ്ടിയിട്ട്. ബാക്കി എല്ലാവരും അവരവരെ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടി മാത്രമേ നോക്കിയിട്ടുള്ളൂ. നത്തിങ് റോങ് ഇൻ ദാറ്റ്. ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ നമ്മൾ അതൊക്കെ തന്നെയല്ല പ്രതീക്ഷിക്കുന്നത്. ബട്ട് വിത്ത് യു വാട്ട് വി തോട്ട് ഇസ് യു ആർ എ പാർട്ട് ഓഫ് ആ ഫാമിലി എന്ന് തന്നെ പറയാം. എക്സാക്ട്ലി. എനിക്കറിയാൻ മേലാത്ത എന്ത് കാര്യമാണ് നിങ്ങളുടെ ഒരു ഫാമിലി ലൈഫിലുള്ളത്? എനിക്കറിയാൻ മേലാത്ത ഒരു എത്ര % കാണും? ഒരു ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് വി ആർ ആൻ ഓപ്പൺ ബുക്ക് വിത്ത് യു. എൻ്റെ സാലറി നിങ്ങൾക്കറിയാം, എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എവിടെയാണെന്നറിയാം, എൻ്റെ ഗോൾഡ് എവിടെയാണെന്നറിയാം, എല്ലാം അസറ്റ്സ് എവിടെയാണെന്നറിയാം. ഐ തിങ്ക് എക്സ്പെൻസസ് 100% നിങ്ങൾക്ക് അറിയാം, റെസ്പോൺസിബിലിറ്റീസ് അറിയാം. ഞാൻ അങ്ങനെ അറിയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇനീഷ്യലി യെസ്. ആദ്യ കാലഘട്ടത്തിൽ മേ ബി ഉണ്ടായിട്ടുണ്ടാവാം, കാരണം നമ്മൾ അറിഞ്ഞു വരുന്നല്ലേ ഉള്ളൂ. ബട്ട് ഇന്നിപ്പോൾ ഒരു എക്സ്പെൻസ് ഉണ്ടാകുമ്പോൾ ഞാൻ രാഹുലിനെ വിളിച്ചല്ലേ ചോദിക്കുന്നത്, ഈ എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ ഓക്കെ ആണോ,
എങ്ങനെയുണ്ട്, നമുക്ക് എത്ര വേണം അതെ എന്നുള്ളത്, അതെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നിങ്ങളെ ഐഡിയ എന്ന് പറയുന്നത് നമ്മളെ ഇൻവെസ്റ്റ്മെന്റ്സ് എങ്ങനെ കൂട്ടാം. അപ്പോൾ ഒരു എക്സ്പെൻസ് വരുമ്പം ഞാൻ എപ്പോഴും നിങ്ങളോട് ചെക്ക് ചെയ്യും, ഇത് എക്സ്പെൻസ് ആക്കണോ അല്ലെങ്കിൽ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മൾ തമ്മിലുണ്ടല്ലോ. ഷിജിനെ അതുപോലെ തന്നെ നമ്മളെ ഒരു ജേണിയിൽ പലപ്പോഴും തോന്നിയൊരു കാര്യം, ഷിജിന് 100% ശരിയായിട്ടുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പം ഷിജിൻ തന്നെ ആ ഡിസിഷൻ അത് വേണ്ട എന്നെടുത്തിട്ടുള്ള ഒരു ഡിസിഷൻ പറയാമോ? അത് പറയണ വെച്ചെങ്കിൽ നാട്ടിലെ ഇൻവെസ്റ്റ്മെന്റ്സ് നിങ്ങൾ എനിക്ക് വളരെ വ്യക്തമായി കാണിച്ചു തന്നു. വൈ ഈസ് ഇൻവെസ്റ്റിംഗ് ഇൻ USD ബെറ്റർ ദാൻ INR? അതൊരു കൃത്യമായി അതിലെപ്പോഴെങ്കിലും നമ്മൾ തമ്മിൽ സംസാരിക്കും അപ്പോൾ ഒരു ജനറൽ പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ? ഞാനൊരു ആർഗ്യുമെന്റീവ് പേഴ്സൺ ആയിരുന്നു. ബട്ട് യു കം വിത്ത് ഫാക്ട്സ്. യു കം വിത്ത് ഫാക്ട്സ്. നിങ്ങൾ ഒരിക്കലും എൻ്റെ ആർഗ്യുമെന്റിനെ ഒരു ഇമോഷണലി അല്ലല്ലോ നിങ്ങൾ യു കം വിത്ത് ഫാക്ട്സ്. യു കം വിത്ത് വെരി സ്ലോ ഇൻ പുട്ടിംഗ് ദാറ്റ് സീഡ്. ആ സീഡ് സോ ചെയ്ത് അതെ കുറച്ച് ഫാക്ട്സ് തന്ന് യു ഓൾസോ അണ്ടർസ്റ്റാൻഡ് our perspective. കറക്റ്റ്, ശരിയാണ്. അതായത് ഒരു ഐഡിയ പിച്ചും ചെയ്ത് കഴിഞ്ഞിട്ട് അത് അപ്പം തന്നെ അതിന് നമ്മൾ ആക്ട് ചെയ്യാൻ നിങ്ങൾ പറഞ്ഞിട്ടില്ല. യു ലെറ്റ് ഇറ്റ്, ആ ഒരു സീഡ് നമുക്കിട്ട് നമ്മൾ വി സ്ലീപ്പ് ഓവർ ഇറ്റ് ആൻഡ് ദെൻ വി ടേക്ക് എ ഡിസിഷൻ. നമ്മുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ് പ്രോസസ്സിൽ റിവ്യൂ വളരെ ഇമ്പോർട്ടൻ്റ്. അത് നമുക്ക് കറക്റ്റായിട്ട് അറിയുകയും ചെയ്യാം. നമ്മുടെ ഈ ഒരു 7 വർഷത്തിൽ നമ്മൾ എത്ര തവണ റിവ്യൂ നടത്തിയിട്ടുണ്ട്, അതെന്തുകൊണ്ടാണ് അത്രയും കൂടുതൽ ടൈം നമ്മൾ റിവ്യൂ ചെയ്തത്? എന്താണ് നിങ്ങളുടെ തോട്ട്സ്? നമ്മളെ റിവ്യൂ നമ്മളെപ്പോഴും നിങ്ങളെ റിവ്യൂ ചെയ്യുന്നത് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നെയാണ് മേജർലി ചെയ്തുകൊണ്ടിരുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലും ഡിസിഷൻ എടുക്കുമ്പോൾ വി ഓൾവേസ് കം ടു യു ആൻഡ് ഇറ്റ് സോ ഹാപ്പൺ ദാറ്റ് എവറി ഇയർ വി ഹാഡ് സംതിങ് ന്യൂ. പക്ഷെ നമ്മൾ ഇയർലി വൺസ് അല്ലല്ലോ നമ്മൾ മീറ്റ് ചെയ്യുന്നത്. നമ്മൾ അതിൽ കൂടെ ഡിന്നറായിട്ടും ലഞ്ചായിട്ടും ഒക്കെ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ വി ലുക്ക് ഫോർവേഡ് ഫോർ ഇറ്റ്. കാരണം നമ്മൾ നന്നാകുക എന്നുള്ളത് നമ്മളൊരു നിർബന്ധമാണല്ലോ. ആൻഡ് ലൈക്ക് ഐ സെഡ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. മന്ത്ലി ഞാനും ഇയാളും ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം അതിനകത്ത് നമുക്ക് ഒരുപാട് പോയിന്റ്സ് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു നമ്മുടെ ഡിസ്കഷനിൽ ആ വ്യൂവേഴ്സിനായിട്ട് പറയുന്നത്, ഈ ഷിജിനും ശ്രുതിയും എവറി സാറ്റർഡേ 1 hour സിറ്റ് വിത്ത് യുവർ ഫൈനാൻസ്. യെസ്, അത് ഹൈലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതും. അത് കാരണം എന്നാന്ന് ചോദിച്ചാൽ ഒരു കമ്പനി പോലെ തന്നെയാണ് ഒരു വീട്. അതെ, ഓക്കെ, അവിടെ ഒരു പല ടൈപ്പിലെ ഫൈനാൻഷ്യൽ നീഡ്സ് വരാറുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്യാറുണ്ട്. ഇത് ചെയ്തു വെക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് എൻ്റെ ലാസ്റ്റ് ഏതൊരു കുക്കും വന്നേച്ച് മീൽ ലാസ്റ്റ് കുറച്ച് വിതറിയിടുക എന്ന് പറയുന്ന പ്രോസസ്സ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ. എനിക്ക് ഒരുപാട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞേക്കുന്ന പോലെ നമ്മുടെ ഒരു തിരിച്ചറിവുകളുണ്ടല്ലോ പല സമയത്ത്. കാരണം നമ്മൾ എന്നും ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ നിൽക്കുന്നതാണ്, പല ആൾക്കാരെ മീറ്റ് ചെയ്യുന്നതാണ്. ഞാനൊരു ഫൈനാൻഷ്യൽ കൺസൾട്ടൻ്റായിട്ട് ഒരു ട്രെയിൻഡ് ആയിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് നിങ്ങളിലേക്ക് വരുമ്പോൾ പല പുതിയ ഇൻപുട്സ് വരാറുണ്ട്. ആ ഇൻപുട്സ് നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് എത്ര നാളെടുത്താണ് അത് നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ഇന്റേണലി? ഇല്ല, നമ്മളെ മീറ്റിംഗ്സ് രാഹുൽ പറയുന്ന പോയിന്റ് നമ്മളെപ്പോഴും ഒരു ഹോംവർക്ക് രണ്ടുപേർക്കും കൊടുക്കാറുണ്ടല്ലോ. അതായത് നമ്മളെ ഭാഗത്ത് ഇത്ര കാര്യങ്ങൾ ചെയ്യണം, നിങ്ങളെ ഭാഗത്ത് ഇത്ര കാര്യങ്ങൾ ചെയ്യണം. അതൊരു വോളണ്ടറി ചെയ്യുന്നില്ലെങ്കിലും അതിൻ്റെ ഒരു അൺസെഡ് എൻഡിങ് ഓഫ് ദ മീറ്റിംഗ് ഇസ് ദാറ്റ് വി ഹാവ് ഹോംവർക്സ് ഫോർ ഈച്ച് ഓഫ് അസ്. അപ്പം നിങ്ങൾ പറയുന്ന എല്ലാ പോയിന്റും നമ്മൾ ഈ പറയുന്ന നമ്മളെ പേഴ്സണൽ റിവ്യൂവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു എഫക്റ്റ് ആയിട്ടാണ് പലപ്പോഴും ഒരു പുതിയ പ്ലാനും ഇന്ന നീഡിന് ഇന്ന ഇൻവെസ്റ്റ്മെന്റ് വേണം, അല്ലെങ്കിൽ ഇന്ന ക്യാഷ് ഫ്ലോന് ഇന്ന അസറ്റ് വേണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നൊക്കെ നമ്മൾ ഡിസ്കഷൻ ബേസ്ഡ് ചെയ്തിട്ട്. ഡിസ്കഷനിൽ യൂഷ്വലി നമുക്ക് ഡൗട്ട്സ് ഉണ്ടാവുന്ന പാർട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതി വെക്കും. സോ വി റൈറ്റ് ഇറ്റ് ആസ് പോയിന്റ്സ് ആൻഡ് ദെൻ രാഹുലിനെ മീറ്റ് ചെയ്താൽ ഇത്രയും കാര്യങ്ങൾ ചോദിക്കണം എന്നുള്ള ഒരു ഇടയ്ക്ക് വെച്ച് ഇയാള് വാട്സാപ്പിൽ കുറെ ക്വസ്റ്റ്യൻസ് അയക്കുന്നില്ലേ? അത് ആ ക്വസ്റ്റ്യൻസ് അയക്കുന്നതിന്റെ തലേന്ന് വി ഹാഡ് ഒരു ഗുഡ് സെഷൻ ഓഫ് ഡിസ്കഷൻ ഓൺ ദ ബഡ്ജറ്റ്. അതാണ് നിങ്ങൾക്ക് ഇത്രയും മെസ്സേജ് വരുന്നത്. അതിൽ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ആ ഒരു അജണ്ട ബേസ്ഡ് ആയിട്ട് കൂടെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യും. നമ്മൾ ഐഡിയലി ഏറ്റവും ഷോർട്ട് മീറ്റിംഗ് നടത്തിയേക്കും 20 minutes എന്ന് പറഞ്ഞിട്ട് പോലും 35 minutesലാണ് ഇത് നടത്തേക്കുന്നത്. നമ്മൾ 30 minutes ആകെ നടന്നത് ഈ അടുത്ത് അതെ പ്രൊഫൈൽ മീറ്റിംഗ്. ബട്ട് അതിനകത്ത് നിങ്ങൾക്കൊരു അജണ്ട ഉണ്ടായിരുന്നല്ലോ. യു വാണ്ടഡ് ടു ഷോ നമ്മളെ എൻഡ് ഓഫ് ദ ഫിനാൻസ് അല്ല, നമ്മളെ
ഹൗ മച്ച് ഓഫ് മണി വി നീഡ് ഫോർ ദ റെസ്റ്റ് ഓഫ് അവർ ലൈഫ് എന്നുള്ള ഒരു ടോപ്പിക്കിൻ്റെ ഡിസ്കഷൻ. അതൊരു പുതിയ സീഡാണ് നിങ്ങൾക്ക്. അതെ, ആയിരുന്നു. ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് ഒരു പ്രോഗ്രസീവ് ഗ്രോത്ത്. ഇത് ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ആൾക്കാർ ഉറപ്പായിട്ടും പേടിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളതുമായിട്ട് എന്താ പറയുക, നമ്മൾ സ്കൂളുകളിലോ കോളേജിലോ ഒരിടത്തും പഠിക്കാത്തതുകൊണ്ട് തന്നെ ഓൾ ഓഫ് എ സഡൻ ഇതെല്ലാം കൂടെ കാണിച്ചാൽ ആ ഒരു സ്ട്രെസ്ഫുള്ളാണ്. അത് നിങ്ങൾ ഇപ്പോൾ സൊസൈറ്റിയിലാട്ടെ കരിയറിലാട്ടെ നിങ്ങൾ നല്ല രീതിയിൽ നല്ല പ്രൊഫൈൽ ലീഡ് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് എത്രയാണ് തോന്നുന്നത് ഈ ഒരു സൊസൈറ്റിയിൽ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് അവയർനെസ് എത്രത്തോളം ഉണ്ട്? ഒരു 100% ഒരു 100 ആൾക്കാരെ എടുക്കുകയാണെങ്കിൽ ഒരു എത്ര ആൾക്കാർ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പെർസ്പെക്റ്റീവ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് പല ആൾക്കാരോട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ബിക്കോസ് അതിനെക്കുറിച്ചുള്ളൊരു നോളേജ് ഉള്ളപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് തിരിച്ച് ഒരു റെസിപ്രോക്കൽ കിട്ടും. പല ആൾക്കാരും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുമ്പോൾ നമ്മളൊരു പ്രീച്ചി പോലെ തോന്നും. നമ്മൾ കഴിഞ്ഞ 10 കൊല്ലത്തെ നമ്മളെ എക്സ്പീരിയൻസ് അല്ലേ, അത് പെട്ടെന്ന് ആരോടും നമുക്ക് അത് ഡിസ്കസ് ചെയ്യാൻ വളരെ കുറച്ച് ആൾക്കാരുള്ളൂ. സാഡ്ലി ടു സേ ഒരുപാട് പേർക്ക് എനിക്കറിയാവുന്ന കുറേ നല്ല ഹൈലി പെയ്ഡ് ആൾക്കാർ പോലും ദേ ആർ നോട്ട് റെഡി ടു ഡിസ്കസ് ദിസ്. ഓക്കെ, അതിലൊരു കാര്യയുടെ അവർ സന്തോഷമല്ലാത്തതിൻ്റെ മേജർ റീസൺ ഈ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് പ്രോസസ്സിൻ്റെ ജേണി അവർ തുടങ്ങാത്തതുകൊണ്ടല്ലേ? അവർ സന്തോഷമാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനെപ്പോഴും ആലോചിക്കും ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഒരു അവയർനെസ് വേണ്ടേ. വേർ ആം ഐ ഗോയിങ് വിത്ത് മൈ മണി, വേർ ആം ഐ വാട്ട് ആർ മൈ എക്സ്പെൻസ്, ഹൗ ആം ഐ ഗോയിങ് ടു മീറ്റ് ഇറ്റ്, ആം ഐ ഗോയിങ് ടു earn the same money in the future also, what will happen if there is any kind of ഒരു some kind of a disability or എന്തെങ്കിലും ഒരു അൺഫോർസീൻ ഇവൻറ്റ് വന്നു കഴിഞ്ഞാൽ ഹൗ വിൽ യു സർവൈവ് എന്നുള്ളൊരു ഐഡിയ വേണ്ട എല്ലാവർക്കും. പെയിൻസ് മീ ബട്ട് യു കാൻ ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ് പ്രൊഫൈൽ തയ്യാറാക്കിയപ്പോൾ നമ്പറിൽ നമുക്ക് ക്ലാരിറ്റി വന്നു. ഡിഡ് യു റിയലൈസ് യുവർ ആക്ച്വൽ ഫൈനാൻഷ്യൽ വാല്യൂ വാസ് മോർ ദാൻ യു എക്സ്പെക്റ്റഡ്? ഇത് നമ്മൾ ഈ അടുത്ത് ഡിസ്കസ് ചെയ്ത ഒരു കാര്യമല്ലേ, അത് എനിക്കത് ഭയങ്കര ഐ ഓപ്പണർ ആയിരുന്നു. അതായത് എൻ്റെ ഹ്യൂമൻ ലൈഫ് വാല്യൂ ഈസ് മച്ച് ബിഗർ ദാൻ എനി ഓഫ് ദി അസറ്റ്സ് that I have currently today. My earning potential for the next coming years is so much higher than what I have already done എന്നുള്ള ആ ഒരു റിയലൈസേഷനൊക്കെ എനിക്കില്ലായിരുന്നു. താങ്ക് യു. അല്ല, അതിൽ ഈ ഫൈനാൻഷ്യൽ പ്ലാനിങ് പ്രൊഫൈലിൽ നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത് അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിരുന്നു. ഒരു 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 നിങ്ങൾ രണ്ടുപേരും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, എക്സ്പെൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പല പേപ്പറിലാണ്. ഇത് കൺസോളിഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങളുടെ എക്സ്പെൻസ്, റെസ്പോൺസിബിലിറ്റീസ്, നിങ്ങളുടെ ഡിപ്പെൻഡൻസിൻ്റെ നീഡ്സ്, നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് അസറ്റ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊട്ടക്ഷൻ പ്ലാൻസ്, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് ഇതെല്ലാം ഓൾ ടുഗെദർ കാണുമ്പോൾ ഹൗ ഡു യു ഫീൽ? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കുറേയൊക്കെ ഭാഗം നമ്മൾ ഇൻഡിവിജ്വൽ നമ്മൾ അറിഞ്ഞായിരുന്നു. പക്ഷെ അതെല്ലാം ഒരു 1 പേജിൽ കാണുന്നത് ഒരു ഐ ഓപ്പണർ തന്നെയാണ്. കാരണം ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ഇംപ്രൂവ്മെൻറ്റ്, യു ആർ നെവർ ദെയർ. അപ്പം എനിക്ക് തോന്നുന്നു ഇനിയുള്ള വരാൻ പോകുന്ന കാലങ്ങളിൽ ഇനിയും പുതിയ റെവലേഷൻസ് വരും. ആസ് ഓഫ് നൗ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ്സും, എല്ലാ ലയബിലിറ്റീസും, എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഒരു പേജിൽ കാണുമ്പം ഒത്തിരി ക്ലാരിറ്റി ഉണ്ട്. വേർ ഡു വി ഹാവ് ടു ഗോ. ഇത് വേറൊരു കാര്യം കൂടെ ചെയ്യുന്നത്, നമ്മളെ പ്രൊഫഷണൽ ലൈഫിൽ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം ഇതാണ് എൻ്റെ ഗോൾ, ഈ ഗോളിൽ എനിക്ക് എത്താൻ ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇന്ന ഇൻവെസ്റ്റ്മെൻറ്റാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടാൻ ആ ഡോക്യുമെൻ്റ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ആൻഡ് ഐ ഹോപ്പ് യു ആർ ഗിവിങ് ഇറ്റ് ടു ഓൾ യുവർ കസ്റ്റമേഴ്സ്. യാ, ഓഫ് കോഴ്സ്. ഇതിൽ പലപ്പോഴും ഈ ഒരു ഫൈനാൻഷ്യൽ പ്രൊഫൈൽ എൻ്റെ കസ്റ്റമേഴ്സിലേക്ക് അല്ലെ എൻ്റെ ക്ലയൻസിലേക്ക്, ഫൈനാൻഷ്യൽ പ്രൊഫൈൽ എൻ്റെ ക്ലയൻസിലേക്ക് എത്തിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ ക്ലയൻസിൻ്റെ സപ്പോർട്ട് ഫുള്ളി ഉണ്ടെങ്കിൽ മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് എന്താ പറയുക, എല്ലാ രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റീസ്, മോറോവർ ഇതിനകത്ത് ഇൻഫ്ലേഷൻ പല സ്ഥലങ്ങളിലും ഫിയർഫുള്ളായിട്ട് തോന്നും. പിന്നെ അതിൻ്റെ ആ ഒരു സൊല്യൂഷൻസ് കാണുമ്പോൾ വരും. ഇന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കാണാറുണ്ട്. വിത്തൗട്ട് എ പ്രോപ്പർ ഫൈനാൻഷ്യൽ പ്ലാനിങ് നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അതിൽ റിസ്ക് എന്തായിരിക്കും? ഇതിനൊരു എക്സാമ്പിളാണ്. പണ്ട് എനിക്ക് ഇതൊക്കെ തുടങ്ങിയ സമയത്ത് എനിക്കൊരു വിഷ് ബോർഡ് ഉണ്ടായിരുന്നു. ആ വിഷ് ബോർഡിൽ ഞാൻ എഴുതിയത് റിട്ടയർമെൻറ്റ് ഫണ്ട് 5 കോടി. ഓർമ്മയുണ്ടോ? 5 കോടി എന്നാണ്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു ലാക്ക് ഓഫ് നോളജ് കാരണമായിരുന്നു. 5 കോടി ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം സെറ്റാന്നുള്ളത്. 5 കോടി ഒരു സ്മോൾ എമൗണ്ട് അല്ല, വലിയ എമൗണ്ട് തന്നെയാണ്.
But with an expectancy of life to around 80 years, with 2 kids coming up, with our dreams and aspirations, 5 കോടി ഈസ് നോട്ട് ഇനഫ് എന്നുള്ളത് അത് നമ്മളെ റിയലൈസേഷൻ. ആ റിയലൈസേഷന് എത്ര പ്രൂഫും എത്ര ഫാക്ട്സും കണ്ടു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഒത്തിരി അതായത് ഓരോ പ്രാവശ്യവും നമ്മളെ റിവ്യൂ ചെയ്ത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ മന്ത്ലി മിനിമം 2 ടൈംസ് ഇരിക്കുന്നു, നിങ്ങളെ കൂടെ ഇരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. ആൻഡ് ഇതിന്റെ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും നമ്മൾ ഇതാണ് കറക്റ്റ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തും. പിന്നെ ഒന്നുകൂടെ റിവ്യൂ ചെയ്യുമ്പോഴാണ് ഇതൊന്നും അല്ലല്ലോ, ഇനിയുണ്ടല്ലോ, ഇനി അതുണ്ടല്ലോ, മോന്റെ പഠിത്തം ഉണ്ടല്ലോ, മോളുടെ പഠിത്തം ഉണ്ടല്ലോ, എനിക്കൊരു വീട് വേണ്ടേ, വീട് വേണോ വേണ്ടേ എന്നുള്ളത് വേറെ ടോപ്പിക്. അത് നമ്മുടെ ഈ വിസ്റ്റം തുടങ്ങി അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതുകൂടെ സംസാരിക്കാം. നമ്മൾ ആദ്യം കാണുമ്പോൾ when are you planning to retire? ആദ്യം കാണും ഇപ്പോഴത്തെ 50 ആണെന്ന് തോന്നുന്നു. അത് പ്രൗഡ്ലി I want to retire at 50. അതെ. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് നമ്മുടെ ഒരു ലൈഫിലെ ഗോൾഡൻ പീരിയഡ്, ഇപ്പം അത് ഉപയോഗിക്കാനല്ലേ തോന്നുന്നത് ഏറ്റവും നല്ല രീതി? പിന്നെ തീർച്ചയായും സന്തോഷത്തോടെ അല്ലേ? അതെ. നമ്മുടെ കോമൺ മാൻ്റെ പെർസ്പെക്റ്റീവിൽ റിട്ടയർ ആകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ലിവ് പീസ്ഫുള്ളി. ഞാൻ കാണുന്ന മജോറിറ്റി ആൾക്കാരും റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ ദേ ആർ റെഡി ടു ഡൈ. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ. പക്ഷേ ആ ഒരു പെർസ്പെക്റ്റീവ് നമ്മുടെ സൊസൈറ്റിയിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നത് അതുപോലെയാണ്. കാരണം ഇനി അതില്ല. പക്ഷേ ഇന്നും 75 വയസ്സും 80 വയസ്സുമായ ബിസിനസ്സുകാർ ഇപ്പോഴും അജണ്ട ബേസ്ഡ് മീറ്റിംഗ് നടത്തുന്ന സമയത്ത് നിങ്ങളുടെ ക്വാളിറ്റി ഇപ്പോഴും മനുഷ്യൻ്റെ ഒക്കെ പൊട്ടൻഷ്യൽ വെച്ച് പലതും ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു റിയലൈസേഷൻ ഫൈനാൻഷ്യൽ പ്ലാനിങ് കൊണ്ട് വർക്കൗട്ട് ആയിട്ടില്ല. തീർച്ചയായും. പിന്നെ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ടുഗെദർ പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ജേർണി എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി? ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് അനദർ വേ. ദർ ഷുഡ് ബി അനദർ വേ. കാരണം ഈ പറഞ്ഞ പോലെയാണ് കഴിഞ്ഞ 10 കൊല്ലത്തിൽ ഈ 120 മാസങ്ങളുണ്ടെങ്കിൽ അതിനകത്തൊരു 240 പ്രാവശ്യം ഞാനും ഇയാളും ഇരുന്നിട്ടുണ്ട്. അത് മാൻഡറ്ററി ആണ്. എൻ്റെ മക്കളത് കണ്ടാണ് വളരുന്നത്. ദേ ആർ മക്കൾ സ്ലൈറ്റ്ലി എ പാർട്ട് ഓഫ് ആർ ഡിസ്കഷൻ ഓൾസോ. അപ്പം നമ്മളെ ലൈഫിൽ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഐ ആം എ ഡ്രീമർ, ഷീ ഈസ് ദി എക്സിക്യൂഷണർ. ആ റോൾ നമ്മൾ രണ്ടുപേരും ഈക്വലായിട്ട് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുകയാണ്. ദറ്റ് ഐ ഡ്രീം ബിഗ്. അത് നാച്ചുറലി അങ്ങനെ ആയതാണ്. ഇതിലെ ഞാൻ ഇതിനകത്ത് ഇന്ന് ഈ ഒരു നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഒരു കാര്യമുണ്ട്. നമ്മൾ തമ്മിൽ സംസാരിക്കും, കോൺസെപ്റ്റിൽ തുടങ്ങും, ഇതിനിടയ്ക്ക് നമ്മൾ ഡ്രീമിൽ പോവും, ഇതിൻ്റെ ഡ്രീമിൽ പോവും, അപ്പം ഔട്ട് ഓഫ് ദ ബോക്സിൽ പോവും. അപ്പോൾ ശ്രുതി പതുക്കെ ഇത് ടൈം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, ശ്രുതിക്ക് വേണ്ട സംഭവങ്ങൾ ശ്രുതി ഉണ്ട്. ഇത് പലപ്പോഴും എനിക്കറിയാം ശ്രുതി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നും അറ്റ് ദ സെയിം ടൈം ഷിജിൻ്റെ ഡ്രീമിൻ്റെ ഇതും കൺക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ ഷിജിൻ കൺവിൻസ്ഡ് ആകത്തില്ല, കണക്ട് ആകത്തില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മുടെ മീറ്റിംഗ് ഒരുപാട് പോകുന്ന എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് പക്ഷേ ഇന്ന് ഞാൻ ഇപ്പോഴാണ് പറയുന്നത്, നിങ്ങൾക്ക് അത് തോന്നിയിട്ടുണ്ടോ? നമ്മളത് അക്സെപ്റ്റ് ചെയ്ത കാര്യമാണ്. രണ്ടും വേണമല്ലോ. ഒരാൾ ഒരു ഡ്രീമറും വേണം, ഒരു വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന്. അതൊരു റിയാലിറ്റിയാണ്. അതെ, എക്സിക്യൂഷൻ. കാരണം ഇയാളാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, നമ്മളാണ് ഡ്രീം ചെയ്യുന്നത്. ഡ്രീം ചെയ്തിട്ട് നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാം. അപ്പം അതിൻ്റെ വഴികൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇയാളാണ്. കാരണം ഓരോരുത്തർക്കും അവരുടെ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. സ്വപ്നത്തിന് പർപ്പസ് മാത്രമേ ഉള്ളൂ. അതെ, എക്സിക്യൂഷനിൽ സ്ട്രാറ്റജി. അതെ. ആ ഒരു സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് നോക്കുമ്പോൾ അപ്പോൾ എവിടെയൊക്കെ ഒരു പോയിന്റോടെ പറഞ്ഞോട്ടെ. എക്സിക്യൂഷൻ സ്ട്രാറ്റജി മാത്രമല്ല, ഒരു കമ്മിറ്റ്മെന്റ്. അതായത് ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യമല്ലല്ലോ, അതിനകത്ത് പല പാർട്ടായിട്ട് അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു പ്രൊജക്റ്റ് പോലെ അതിന് പല ഡിവിഷൻ. അപ്പം ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് ഒരു 10 കാര്യങ്ങൾ ചെയ്യണം. ഈ 10 കാര്യങ്ങളും സമയത്തിന് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഡെഡ് ലൈനിൽ ആ കാര്യം ഫിനിഷ് ചെയ്യാൻ പറ്റും. അത് ഇയാൾ ഗുഡാണ്. അയാളത് എക്സാക്റ്റായിട്ട് ഇന്ന മീറ്റിംഗ് വെക്കണം ഇതിന്. ഇപ്പം നമ്മളൊരു പ്ലാൻ ചെയ്യണം തന്നെ, അത് രാഹുലിനെ വിളിച്ച് രാഹുലിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്ത് നമ്മളെ വീട്ടിലൊരു അപ്പോയിൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് അതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് ആയാലും ശരി, പേപ്പേഴ്സ് ആയാലും എല്ലാം അറേഞ്ച് ചെയ്ത് അത് സെറ്റ് ചെയ്യാൻ. അതായത് ഇത് പ്രൈമറിലി ഞാനൊരു കോച്ചിങ്ങില്ല, നമ്മളൊരു കോച്ചിങ്ങിൽ കൊടുക്കുന്നു, സെറ്റ് ദ ഗോൾ, സ്പ്ലിറ്റ് ദ ഗോൾ ആൻഡ് ഹിറ്റ് ദ ഗോൾ. കറക്റ്റ്. അത് വളരെ കൃത്യമായിട്ട്
ശ്രുതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കൂടാതെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും സപ്പോർട്ടുകളും തരുന്നത് ശ്രുതിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞേക്കുന്നതിനകത്ത് ഒരു കമ്പനിയിൽ ഷിജിൻ പറഞ്ഞേക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയേക്കുന്നത്, ഞാനൊരു ബിസിനസ് കോച്ചിങ്ങിന് സെയിൽസ് കോച്ചിങ്ങിലൊക്കെ പോകുമ്പോൾ മനസ്സിലാവുന്ന ഒരു കമ്പനിയിൽ എന്ത് ഡിസിഷൻ ഉണ്ടോ പാർട്ട്നേഴ്സ് അറിഞ്ഞിരിക്കണം. സെയിം ലൈക്ക് എ ഫാമിലി. കറക്റ്റ്. അവിടെ പാർട്ട്നേഴ്സ് ഉണ്ട് അറിഞ്ഞിരിക്കണം. എങ്കിലാണ് എന്ത് സ്ട്രെസ് ഒഴിവാകുകയും ഹാപ്പിനെസ് ഉണ്ടാകുകയും ഗ്രോത്ത് ഉണ്ടാകുകയും. സോ യു ആർ ഇൻ ദ റൈറ്റ് വേ. താങ്ക് യു. ഈ നിങ്ങളുടെ ഒരു ലോങ് ജേർണി ഒരു ഇതിൽ റിവ്യൂ, ഗൈഡൻസ് ആൻഡ് ട്രാൻസ്പെറൻസി, വിച്ച് വൺ മാറ്റർ ദ മോസ്റ്റ് ടു യു ആൻഡ് വൈ? റിവ്യൂവും ട്രാൻസ്പെറൻസിയും ഹാസ് ടു ബി ഡൺ റെഗുലർലി. ഗൈഡൻസ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പറ്റാത്ത കാര്യമാണ്. ബട്ട് യു ആർ ദർ ടു സംടൈംസ് നോട്ട് സംടൈംസ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് ടു ഗൈഡ് us. ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇതൊക്കെ റിവ്യൂ ഉണ്ടെങ്കിലേ നടക്കൂ ഉള്ളൂ. അപ്പം ഇതിനകത്തൊരു ഓൾ ഇൻ വൺ പ്രോസസ്. ഓൾ ഇൻ വൺ പ്രോസസ്. ട്രൂ. ഓക്കെ, മണി അപ്പാർട്ട് ലൈഫിൽ ആക്ച്വൽ എന്താണ് ചേഞ്ച് ആയേക്കുന്നത്? പീസ് ഓഫ് മൈൻഡ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ. ഒരു ക്ലാരിറ്റി കിട്ടി, ക്ലാരിറ്റി കിട്ടി, കോൺഫിഡൻസ് കിട്ടി. ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ഒറ്റ പ്രോസസ്സിൽ ലൈഫിൽ എത്രത്തോളം ചേഞ്ച് ആവുന്നുണ്ടെന്നുള്ളത് ഈ ഒരു ആൻസറിലൂടെ മനസ്സിലാവുന്നുണ്ട്. യു എയിൽ ലീവ് ചെയ്യുമ്പോൾ ഫാമിലീസിൻ്റെ പ്രൊഫഷണൽ ഫൈനാൻഷ്യൽ ഗൈഡൻസ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്? നമ്മുടെ ജീവിതം തന്നെയാണ് അതിൻ്റെ ഒരു മെയിൻ എക്സാമ്പിൾ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ 35th ഇയർ ഞാൻ കമ്മിങ് ഫ്രം എ ഡീസൻറ്റ് ഫാമിലി, ഐ ഗോട്ട് ഇൻ ടു ഓൾ കൈൻഡ് ഓഫ് ഡെറ്റ്. കാരണം ഇവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു കാർഡ് ലിമിറ്റ് ടോപ്പ് ചെയ്യാൻ ഒരു രാത്രി മതി ഇവിടെ. ആൻഡ് ആ ഒരൊറ്റ മിസ്റ്റേക്ക് ക്യാൻ ഹോണ്ട് യു ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ യെസ്. അപ്പം അങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും നമുക്ക് അഡ്വൈസ് തരാൻ ഒരുപാട് പേരുണ്ട്. പ്രോബ്ലം ഇസ് ഈ അഡ്വൈസ് തരുന്ന ആൾക്കാരൊക്കെ ക്വാളിഫൈഡ് ആണോ എന്ന് നമുക്ക് അറിയില്ല. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഗോ ടു എ ക്വാളിഫൈഡ് പേഴ്സൺ ടു ഡിസ്കസ് ഫിനാൻഷ്യൽ പ്ലാനിങ് പ്രോപ്പർലി. നിങ്ങളൊരു 4 പേരെങ്കിലും മീറ്റ് ചെയ്തോ, എന്നിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിളായി നിങ്ങളെ ലൈഫിന് സൂട്ടബിളായ ഒരാളെ നിങ്ങളെ ലൈഫിലേക്ക് വെൽക്കം ചെയ്ത് അവരായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് സംസാരിച്ചില്ലെങ്കിൽ യുവർ ഫിനാൻസ് വിൽ ബി ഇൻ പ്രോബ്ലം. ഇപ്പോൾ ഒരു സാലറി സ്കെയിൽ യു എയിൽ ഒരു 10,000 ഉള്ളത് 15,000, 20,000, 50,000 അതുപോലെ തന്നെ 100,000 എബോ ഉള്ള ആൾക്കാർ. ഇതിൽ ആർക്കാർക്ക് ഏറ്റവും കൂടുതൽ റിസ്ക് പ്രൊഫൈൽ കൂടുന്നതെന്ന് പറയാം? എല്ലാവർക്കും ആണ്. പക്ഷേങ്കിൽ ഒരു ഹയർ സാലറി മേടിക്കുന്ന ആള് can get into bigger trouble. And then he'll have a different lifestyle, no? Different lifestyle. Yeah. So our lifestyle managing അതില്ലെങ്കിൽ it's very risky. ആ ഒരു തോട്ട്സ് നിങ്ങൾക്ക് ആ ഹയർ സൈഡിൽ നിങ്ങൾ പൊക്കോണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് ജേർണിയാണ് നിങ്ങൾക്ക് അത് റിയലൈസ് ചെയ്യുന്നത്? ശരിയാണ്. തീർച്ചയായും. കാരണം നമ്മൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തിട്ടില്ല. നമ്മൾ ഇൻകം ഇൻക്രീസ് ചെയ്തപ്പോൾ നമ്മളെപ്പോഴും നോക്കിയത് നമ്മളെ ഫണ്ട്സും നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ്സും ഇൻക്രീസ് ചെയ്യണമെന്ന് മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ. ട്രൂ. ഇന്ന് ടുഡേ someone is realizing to do financial planning. What is the right time? As early as possible. Yesterday എന്ന് വേണമെങ്കിൽ പറയാം. Yesterday എന്നാണ് ഞാൻ പറയാം. True. Okay, today someone is delaying financial planning. അവർക്ക് നിങ്ങൾ പറയുന്ന one strong message എന്തായിരിക്കും? Live happily with the clarity, and that will come only when you know where your money is going and how the money is working for you. Exactly. അതിനകത്ത് ഒരു 95% പ്രോബ്ലം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. നമ്മുടെ ലൈഫിൽ റിലേ ചെയ്തിരിക്കുന്നത് ഇതാണ്, ഫൈനാൻസിനെ റിലേറ്റ് ചെയ്ത്. അത് 95% നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രമാണ് നമുക്ക് ഏറ്റവും സന്തോഷത്തോടെ പോകുന്നത്. ദാറ്റ്സ് എ wrap-up. Okay, if you had to describe the financial planning journey in one sentence, what would that be? One sentence. Peace of mind and clarity. Okay. ഇനി ഒരു കുറച്ച് ഫൈനാൻഷ്യൽ ടേംസ്. ഓക്കെ, ഫണ്ട് അക്യുമുലേഷൻ, വെൽത്ത് ക്രിയേഷൻ, ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു മണി സേവ് ചെയ്യുന്നതിന് ഫണ്ട് അക്യുമുലേഷൻ ആണോ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതാണോ? ഡു യു ക്ലിയർലി നോ ദ ഡിഫറൻസ്? വെൽത്ത് ക്രിയേഷൻ ആണ്. ഫണ്ട് അക്യുമുലേഷൻ അല്ല, വെൽത്ത് ക്രിയേഷൻ ആണ്. ഐ നോ. ഗുഡ് ഇൻകം ഉണ്ടെങ്കിലും മന്ത്ലി ക്യാഷ് ഫ്ലോ പോസിറ്റീവ് അല്ലെങ്കിൽ ഈസ് ദാറ്റ് റിയലി ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി? നോ. Money has to work for you. Yeah. Okay.
ദെൻ ഫണ്ട് അക്യൂമുലേറ്റ് ചെയ്യുമ്പോൾ വെൽത്ത് ഗ്രോ ചെയ്യുമെന്ന് ഗ്യാരണ്ടി ഉണ്ടോ ഓർ ഗ്രോത്ത് സ്ട്രാറ്റജി വേണം? എന്തായാലും വേണം. You need to have it. ക്യാഷ് ഫ്ലോ കൺട്രോൾ ഇല്ലാതെ വെൽത്ത് ക്രിയേഷൻ പോസിബിൾ ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ടുഡേ യു ആർ അക്യുമുലേറ്റിംഗ് മണി, ബട്ട് ഈസ് യുവർ മണി വർക്കിംഗ് ഫോർ യു ഓർ ആർ യു വർക്കിംഗ് ഫോർ യുവർ മണി? Money has to always work for you. Money has to work for you. True. There's a famous saying, no? Money has to work for you even when you are sleeping. എക്സാക്ട്ലി. സോ ഇനി നമുക്ക് ഒരു ഹോട്ട് ക്വസ്റ്റ്യൻ ഷിജിനോട്. ഷിജിൻ, question number 1. Okay, if tomorrow income stops, do you know how to manage your existing lifestyle? Yes. സാലറി ക്രെഡിറ്റ് ആയി വരുന്ന ദിവസം കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട്, മന്ത് എൻഡിൽ നിങ്ങൾ സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ടോ? Our expenses are always in check, so no. ഓക്കെ, യു എയിൽ ഏണിംഗ് ഗുഡാണ്, ബട്ട് ഡു യു ക്ലിയർലി നോ വേ യുവർ മണി ഈസ് ഗോയിങ് എവറി മന്ത്? 100%. ഗുഡ്. ആസ് എ പ്രൊവൈഡർ കിഡ്സിൻ്റെ ഫ്യൂച്ചർ ഫുള്ളി സെക്യൂർ ആണെന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റും? Confidence ഉണ്ട്. If something is unexpected happens, does your family know exactly what financial steps to take? വൈഫിന് അറിയാമെല്ലാം. കിഡ്സ് ആർ യങ്. Yeah. You earn well, but are you managing money or is money managing you? ഐ എം മാനേജിങ് ദ മണി. വി ആർ മാനേജിങ് ദ മണി. True. ഫൈനാൻഷ്യൽ പ്ലാനിങ് ഡിലേ ചെയ്യുന്നത് കോൺഫിഡൻസ് കൊണ്ടാണോ റിസ്ക് ഇഗ്നോർ ചെയ്യുന്നതുകൊണ്ടാണോ? കോൺഫിഡൻസോടെ. Okay, today you are busy earning, but are you equally busy protecting what you earn? With the reviews, yes. Okay, one honest question, planning സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഫ്യൂച്ചറിൽ റിഗ്രറ്റ് ഉണ്ടാകുമെന്നുള്ള ഫിയർ ഉണ്ടോ? 100%. ഓക്കെ, ഫൈനാൻഷ്യൽ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഹോമിൽ കോൺവെർസേഷൻ കാമായി മാറിയതായി ഫീൽ ചെയ്തിട്ടുണ്ടോ? നല്ല നല്ല കോൺവെർസേഷൻസ് വീട്ടിലുണ്ടാകുന്നതിൻ്റെ സന്തോഷമുണ്ട്. കോൺവെർസേഷൻസ് ആർ വെരി വെരി കൺസ്ട്രക്റ്റീവ് ആൻഡ് വെരി എൻഗേജിങ് ഫാമിലിയിൽ. വൈഫായിട്ട് മാത്രമല്ല, കിഡ്സായിട്ടും. Do you feel more secure today knowing there is a clear financial system? Yes. Okay. How about the communication with your kids? What's the difference before and after doing a financial planning? കിഡ്സ് അവരെ നല്ലൊരു ഏജ് എത്തുമ്പോഴത്തേക്കും ദേ ഹവ് ബീൻ, ലൈക്ക് ഐ സെഡ്, 10 years ദേ ഹവ് ബീൻ കോൺസ്റ്റന്റ്ലി സീയിങ്. സോ ഐ ഹോപ്പ് ദേ പിക്ക് ഇറ്റ് അപ്പ് ഫ്രം us and they do the same when they get married and they start. ഫൈനാൻഷ്യൽ പ്ലാനിങ് ഡിലേ ചെയ്യുന്ന കപ്പിൾസിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളെ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കണ്ടെങ്കിൽ ഹാവ് എ ട്രാൻസ്പെറൻറ്റ്, ഓണസ്റ്റ്, റെഗുലർ ഡിസ്കഷൻസ് ആൻഡ് സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ്, start doing things together. Okay, Shruti. This is something you have to do together. It's a journey, and where in the process ചെയ്യുന്ന പോലെ you will find excitement in this as well. So it's a clarity for your life. ഇനി ശ്രുതിയുടെ അടുത്ത ശ്രുതി. ഓക്കെ, ശ്രുതി, ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് വീട്ടിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ ഔട്ട്കം? We discuss and it's a productive discussion. It's constructive. It's positive. Yeah. Lovable. If something is unexpected happens, do you personally know where the money, documents and plans are? Yes. കിഡ്സിൻ്റെ ഫ്യൂച്ചറിനെ സംബന്ധിച്ച് പല ടൈമിൽ ഇൻഫ്ലേഷൻസ്, കറൻസി വാല്യൂസ്, ഇതിൽ മൈൻഡിൽ എപ്പോഴെങ്കിലും സ്ട്രെസ് ഫീൽ ചെയ്യാറുണ്ടോ? സ്ട്രെസ് ഇല്ല, ക്ലാരിറ്റി ഉണ്ട്, ഹൗ ടു ഗോ ഫോർവേഡ്. ഓക്കെ, മണിയുടെ ക്ലാരിറ്റി റിലേഷൻഷിപ്പിൽ, പീസ് ഓഫ് മൈൻഡിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ്സോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തോന്നിയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി, യെസ്. ഓക്കെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ടുഗെദർ പ്ലാനിങ് ഇല്ലെങ്കിൽ ആങ്സൈറ്റി നാച്ചുറലി ബിൽഡ് ആകുമെന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? അതെ അതെ, ആ ട്രാൻസ്പെറൻസിയും ആ ടുഗെദർനെസ്സും ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ എന്തായാലും വേണം. കാരണം ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ. ആ ഒരു ഞാൻ ഈ പറഞ്ഞ 2015 മുന്നിൽ ഷീ ഹാർഡ്ലി ന്യൂ ഹൗ ഐ വാസ് മാനേജിങ് മണി. ആൻഡ് അന്ന് ഷീ വാസ് ഓൾസോ ജസ്റ്റ് ഗെറ്റിംഗ് ഇൻ ടു വർക്ക്. അന്ന് പുള്ളിക്ക് ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. പുള്ളിയുടെ പല ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരവില്ലായിരുന്നു. ഈ ഉത്തരവില്ലാത്ത സമയത്ത് ഒരു ബാഡ് ബ്ലഡ് ഉണ്ടാവും. കാരണം നമുക്കെല്ലാം പറയാനും പറ്റില്ല. നമ്മൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമുക്കേ ക്ലാരിറ്റി ഇല്ലാത്തപ്പം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല. ഈ ഉത്തരവില്ലാത്തപ്പം ഇറ്റ് സ്ട്രെയിൻസ് എ റിലേഷൻഷിപ്പ്.
Why is he hiding? It's not because I was hiding. I myself don't know what to say. പക്ഷെ ഒരു മാൻലി ഫീൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ ഈഗോസ് വർക്കൗട്ട് ആവും. ഇപ്പോൾ ഈ ഒരു പ്രോസസ്സ് തന്നെ ഈഗോ എന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. അത് കാരണം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഞാൻ പലപ്പോഴും നിങ്ങളോട് ഞാൻ ചോദിക്കാറുള്ളതല്ല, എന്തുകൊണ്ടാണ് ഞാൻ ഇനിഷ്യേറ്റീവ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, യു പീപ്പിൾ ആർ ഡൂയിങ് റൈറ്റ്. എനിക്കറിയാമായിട്ട് ഞാനത് പുറകോട്ട് നിൽക്കാൻ പാടില്ല. ദാറ്റ്സ് ഓൺലി വൺ റീസൺ ഐ എം ഓൾവേസ് ടേക്കിംഗ് സംടൈംസ് ദാറ്റ് കോൾ ഫ്രം മൈ എൻഡ്. ഒരു ക്വസ്റ്റിനോടെ ഫ്രീക്വൻ്റ്ലി അല്ലെ പീരിയോഡിക്കലി ന്യൂസ് പേപ്പറിൽ ഇന്ത്യൻ റുപ്പി ഹിറ്റ്സ് ഹിയർ, നിങ്ങളിപ്പോൾ മണി ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ യു വിൽ ഗെറ്റ് എ ഗുഡ് റേറ്റ്. ആ ഒരു ന്യൂസ് ഹെഡ്ലൈനെ മുമ്പ് നോക്കിക്കാണുന്നതും ഇപ്പം നോക്കിക്കാണുന്നതും കൃത്യമായിട്ടെന്ന് പറയാം. പണ്ടാണെങ്കിൽ നാട്ടിലേക്ക് പൈസ അയക്കാൻ തോന്നും, എന്നാണെങ്കിൽ ഒരു സ്ട്രോങ്ങർ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അന്ന് ആ ഒരു ബെറ്റർ റേറ്റ് കിട്ടും. മൈ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റേസ് വിത്ത് സ്ട്രോങ്ങർ കറൻസി. ബിഫോർ എന്തായിരുന്നു സൊല്യൂഷൻ? പണ്ട് കിട്ടിയ കാശൊക്കെ നാട്ടിലേക്ക് അയക്കും. എങ്ങനെ? അന്നേരം തന്നെ അയക്കും. അതെ. എന്നിട്ട് അന്നത്തെ കറൻസിക്ക് വാല്യൂവിന് അവിടെ പോയി. അതെ. സ്ട്രോങ്ങർ കറൻസി ആ വാല്യൂ ഹിറ്റ് ചെയ്തിട്ട് അത് ഇവിടുന്ന് ടുവേർഡ്സ് ലോണിലോട്ടും പോയി. അതെ. ട്രൂ. ഇന്ന് ഇത് പീരിയോഡിക്കലായിട്ട് നടക്കുന്നതാണ്, അതിൻ്റെ ആടും വരാറുണ്ട്. അപ്പോൾ എപ്പോഴും അതിനകത്തൊരു ക്ലാരിറ്റി കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ ഇപ്പോൾ ഡോളർ കറൻസി എന്ന ഒരു പെർസ്പെക്റ്റീവ് മാത്രമല്ല. ഇനി ഞാൻ വേറൊരു കാര്യം ചെയ്യും, ഞാൻ അതിനകത്തൊന്ന് ആഡ് ചെയ്യട്ടെ. ഇന്ന് ഞാൻ ഇവിടുന്ന് നാട്ടിലേക്ക് പൈസ ഒന്നും അയക്കുന്നില്ല. നാട്ടിലേക്ക് എൻ്റെ എക്സ്പെൻസിനൊക്കെയുള്ള എനിക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നാട്ടിലുണ്ടല്ലോ, അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ നാട്ടിലെ എക്സ്പെൻസസിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നല്ലാതെ ഇന്ന് ഇവിടുന്ന് ഓൾമോസ്റ്റ് സീറോ മണി ഐ സ്പെൻഡ് ടു ഇന്ത്യ. ഇവിടെ ഉണ്ടാക്കുന്ന പൈസ മൊത്തം ഞാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് സ്ട്രാറ്റജി വെച്ചാണ്. ഇതിൽ ഈ എത്ര ആൾക്കാർക്ക് ഈ ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റിൻ്റെ ക്ലാരിറ്റി, അതുപോലെ തന്നെ ഡൈവേഴ്സിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത് കൂടാതെ നമുക്ക് ഒരുപാട് കോൾസ് വരത്തില്ല, പല ട്രേഡിങ് പല രീതിയിൽ. ഇതിലൊക്കെ ആൾക്കാർ റിയലി മേക്കിംഗ് മണിയാണോ, മാനേജിങ് മണിയാണോ, ഒരു സ്ട്രാറ്റജിക്കൽ തിങ്കിങ് ആണോ, എന്താണ് ഇതിനകത്ത് ഒരു 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 നിങ്ങൾക്ക് തോന്നുന്ന ഒരു കോമൺ മാൻ്റെ പെർസ്പെക്റ്റീവിൽ അവൻ നോക്കിക്കണ്ട്? ഐ തിങ്ക് നമുക്ക് രണ്ടാൾക്ക് അഗ്രി ചെയ്യുന്നൊരു കാര്യം, നമ്മൾ ഷോർട്ട് ടേമിലൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. വി ആർ നോട്ട് പ്ലാനിങ് എനിത്തിങ് ഫോർ ഷോർട്ട് ടേം. നമുക്ക് ഒത്തിരി കോൾസ് വരുന്നുണ്ട്, പുട്ട് ഹിയർ ദിസ് മണി ദാറ്റ് വിൽ ഗ്രോ ഇത്. ബട്ട് നമ്മളെ ഡ്രീംസും ഇതൊക്കെ നമ്മളെ ഗോൾസ് ഒന്നും നമ്മൾ ഷോർട്ട് ടേമിന് വേണ്ടിയിട്ട് നമ്മൾ അലൈൻ ചെയ്തിട്ടില്ല. സോ ഞാൻ ഇന്ന് വരെ ഒരു ഷോർട്ട് ടേമിന് വേണ്ടിയിട്ട് എൻ്റെ പൈസ ചിലവാക്കിയിട്ടില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ലോങ് ടൈമിലാണല്ലോ എല്ലാം ചിലവാക്കിയിട്ടുള്ളത്. ഷോർട്ട് ടൈമിലുള്ള ഏതെങ്കിലും ഒരു ഹാപ്പിനെസ് മിസ് ചെയ്യുന്നുണ്ടോ? നോട്ട് അറ്റ് ഓൾ. കാരണം ഇന്നത്തെ ഹാപ്പിനെസ് നിങ്ങളുടെ 10 വർഷം മുമ്പത്തെ ഒരു ലോങ് ടൈം ഗോളായിരുന്നു. സോ ഇന്ന് നിങ്ങൾ ഫൈനാൻഷ്യലി സ്റ്റേബിളായി, ഹാപ്പിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഹാപ്പിനെസ് ലെവൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ഓരോ പ്ലാനിങ്ങിലും പോയിട്ടുണ്ട്. നമ്മുടെ മന്ത്ലി ബഡ്ജറ്റിങ്ങിനെ കുറിച്ച് ഒന്ന് പറയാമോ? മന്ത്ലി ബഡ്ജറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ ചെയ്യുന്ന മന്ത്ലി ബഡ്ജറ്റിംഗ്, നമ്മളെ മന്ത്ലി ബഡ്ജറ്റിംഗ് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് അത് മന്ത്ലി ആകുന്നതിന് മുന്നേ ഒരു ഇയർലി ബഡ്ജറ്റിംഗ് ഉണ്ട്. നമ്മൾ എല്ലാ കൊല്ലം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കൊല്ലത്തെ ബഡ്ജറ്റ് ഇടും. അപ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് എല്ലാ മാസവും ഫിക്സഡ് ആയ എക്സ്പെൻസ് ഉണ്ട്, പിന്നെ എല്ലാ വർഷവും നമുക്കൊരു ആനുവൽ എക്സ്പെൻസ് കൂടെ ഉണ്ട്. ഡിപ്പെൻസ്, നമ്മൾ മെയ്ഡ് വിസ അല്ലെങ്കിൽ കാർ മെയിൻ്റനൻസ്, കാർ റിന്യൂവൽസ്, അങ്ങനത്തെ പല ഇത്. അപ്പം നമുക്കറിയാം ഏത് മാസം എന്ത് എക്സ്പെൻസാണ് വരാൻ പോകുന്നത്. ഒന്ന്, നമ്മളെല്ലാ മാസവും നമ്മളെ ഇൻകം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കൊല്ലം എത്ര, ഓരോ മാസം എന്താ ഇൻകം കിട്ടാൻ പോകുന്നത്, ആ മാസത്തെ എക്സ്പെൻസ് എന്താണ്, ആ മാസം ഒരു 2 മാസം കഴിഞ്ഞാൽ വരാൻ പോകുന്ന എക്സ്പെൻസ് എങ്ങനെ ഈ മാസം നമുക്ക് കുറച്ചെടുത്ത് വെക്കാം. സപ്പോസ് ഒരു വലിയൊരു എക്സ്പെൻസ് വരുന്നുണ്ടെന്ന് വിചാരിക്കുക, നമ്മൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ കുറച്ച് ഫണ്ട് മാറ്റി വയ്ക്കുകയും സോ ദാറ്റ് ആ പെർട്ടിക്കുലർ മന്ത് നമ്മൾ കാർഡ്, സംടൈംസ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ, ബട്ട് നമുക്ക് ആ കാർഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് എപ്പോൾ അടച്ചു തീർക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം. പിന്നെ എല്ലാ മാസവും നമ്മൾ റെഗുലറായിട്ട് ആ എക്സ്പെൻസ് പിന്നെ നമ്മൾ അന്ന് റിവ്യൂ ചെയ്യുന്നത് അടുത്ത 2 മാസത്തെ കൂടെ നമ്മൾ റിവ്യൂ ചെയ്യും. സോ ഇറ്റ്സ് ലൈക്ക്
കഴിഞ്ഞ മാസത്തെ എക്സ്പെൻസ് നോക്കും, ഈ മാസത്തെ എക്സ്പെൻസ് നമ്മൾ എൻ്റർ ചെയ്യും. ഒട്ടുമിക്ക എല്ലാ എക്സ്പെൻസും ആ ദിവസം തന്നെ നമുക്ക് ചെയ്യാമല്ലോ. നമ്മളെല്ലാ ബിൽസും നമുക്ക് അടച്ചു തീർക്കാം, എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്ക് അന്ന് തന്നെ പേ ചെയ്യാം. പിന്നെ ഉള്ളത് ഡേ ടു ഡേ എക്സ്പെൻസ്, അതൊരു ഫണ്ട് നമ്മൾ വേറെ മാറ്റി വയ്ക്കും. വി ട്രൈ ടു ലിവ് ഇൻ ദാറ്റ്. നമ്മൾ ഒരു ഹാപ്പിനെസ് നമ്മൾ കുറയ്ക്കുന്നില്ല. ആക്ച്വലി ബഡ്ജറ്റ് ചെയ്യുന്ന കാരണം നമുക്ക് എല്ലാ ഫാക്ടേഴ്സിലേക്കും എന്ന് പറയാം എലോക്കേഷൻ ഉണ്ട്. എൻ്റർടൈൻമെൻ്റ് ആണെങ്കിലും സേവിങ്സ് ആണെങ്കിലും ട്രാവൽ ആണെങ്കിലും എല്ലാത്തിലേക്കും എലോക്കേഷൻ ഉണ്ട്. അപ്പം ഒരു മാസവും നമ്മൾ ഒന്നും മിസ് ഔട്ട് ചെയ്യുന്നില്ല. എല്ലാ മാസവും എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്, എല്ലാ മാസവും നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. കറക്റ്റ് പ്രോപ്പറായിട്ട് നമ്മൾ ഡോക്യുമെന്റ് ചെയ്തേക്കുന്നുണ്ട്, ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നുണ്ട്. നമുക്കറിയാം എന്തൊക്കെ ഹാപ്പിനെസ്സിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഐ ജസ്റ്റ് കം ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ. എന്തെങ്കിലും ഹാപ്പിനെസ് മിസ്സാക്കുന്നുണ്ടോ വെച്ചാൽ നമ്മൾ ഒരു ഹാപ്പിനെസ് മിസ്സാക്കുന്നില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ഹാപ്പിനെസ് വേണമെങ്കിൽ അത് നമ്മൾ ഇതിനകത്ത് ബഡ്ജറ്റ് ചെയ്യും. ഇപ്പം നമ്മളിപ്പോൾ ട്രിപ്പ്, ഞാൻ റോഡ് ട്രിപ്സിന് പോകുന്ന ആളാണ്. ഐ ഹവ് ഗോൺ ടു കൺട്രീസ് ആൻഡ് ഐ ഹവ് ഡൺ റോഡ് ട്രിപ്സ്. നമ്മൾ ആ എക്സ്പെൻസ് ഒക്കെ നമ്മൾ നേരത്തെ എടുത്തു വെക്കും. മേ നോട്ട് ദാറ്റ് ആ എല്ലാ എക്സ്പെൻസും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേങ്കിൽ നമുക്കറിയാം ഇന്ന ട്രിപ്പിന് ഇത്ര പൈസ ചിലവാകും, അതിൻ്റെ ഇത്ര പൈസ നമ്മൾ പോകുന്നതിന് മുന്നേ ഉണ്ടാക്കി വെക്കും. ഇനിയിപ്പം നമുക്ക് കുറച്ച് എക്സ്ട്രാ വകാൻസ് ആയിട്ട് കുറച്ച് ചിലവായി പോയി, അത് അടുത്ത് എത്ര മാസത്തിൽ അടച്ചു തീർക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം. ഇറ്റ് ഡസൻ സ്റ്റേ ഇൻ ദ ക്രെഡിറ്റ് കാർഡ് ആൻഡ് വി ഡോണ്ട് കീപ് പേയിങ് ദി ഇൻട്രസ്റ്റ് ഓവർ ആൻഡ് ഓവർ. വി സംടൈംസ് പേ അതായത് ഇൻട്രസ്റ്റിൽ നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ അറിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിട്ടേൺ അറിഞ്ഞ് മേടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ റിട്ടേണിൻ്റെ സുഖം എന്താണെന്നും അത് എത്ര പൊട്ടൻഷ്യലാണെന്നും അത് ഹൈലി കോൺഫിഡൻഷ്യലായിട്ട് നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യേണ്ട. പിന്നെ അത് കൂടാതെ ഈ ഫണ്ട് അലോക്കേഷൻസ് അതും ഈ ഒരു സൊസൈറ്റിക്ക് എങ്ങനെ കൊടുക്കാം. അതായത് ഇപ്പോൾ ഒരുപാട് നിങ്ങളിവിടെ ഇങ്ങനെ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യൂ, നിങ്ങളിവിടെ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയാറുണ്ട്. അറിയപ്പെടാതെ ഇൻവെസ്റ്റ് ചെയ്താലുണ്ടാകുന്ന ത്രെട്ട് എന്തറിയപ്പെടാതെ ഇൻവെസ്റ്റ്മെന്റിന്റെ പൊട്ടൻഷ്യൽ അറിഞ്ഞു, അവർ ഇൻവെസ്റ്റ് ചെയ്തു, കയ്യിലുള്ള ഫണ്ട് ചെയ്തു, ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാതെ. അങ്ങനെ ചെയ്യുമ്പോഴുള്ള റിസ്ക് എന്താ? എന്ത് തിരിച്ചു കിട്ടുന്നത്? ഒന്നല്ല, ഒരാൾ ഒരു ഫണ്ടിൽ ഫൈനാൻഷ്യൽ പ്ലാനിങ് നടത്താതെ ഒരിടത്ത് ഓപ്പർച്യൂണിറ്റി കണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. അല്ല, ഹീസ് ഗാംബ്ലിങ് അല്ലേ? ദാറ്റ് ഈസ് ഗാംബ്ലിങ്. ഇപ്പം നമുക്കൊരു പ്രൊഡക്റ്റ് തരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ നമ്മളെ കാണിക്കുന്നത്, ഇതിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് എന്താണ്, ഏതൊക്കെ കമ്പനീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനീസിൻ്റെ പെർഫോമൻസ് എന്താണ്, ഇതൊക്കെ കണ്ടിട്ട് മേ ബി അതൊരു 10% ഉള്ളൂ. ഐ എം ഫൈൻ വിത്ത് ദാറ്റ് 10%. അത് ഒരു സ്ട്രോങ്ങർ കറൻസിയിൽ വരുമ്പോൾ ഡിഫറൻസ് വരും. അതെ. പിന്നെ അതുകൂടാതെ ഈ ഒരു റിയൽ എസ്റ്റേറ്റിൽ നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പം നിങ്ങളുടെ ആ ഒരു സ്റ്റേജിൽ നിങ്ങളതായിട്ടുണ്ട്. അത് നമ്മൾ ആ ഒരു ജേർണി ഇപ്പം തുടങ്ങാതെ നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇല്ല, നമ്മൾ ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ. അത് ഇന്നത്തെ സൊസൈറ്റിയിൽ അല്ലെ ഇന്നത്തെ ആ ഒരു ഫാസ്റ്റ് ഫേസ് വേൾഡിൽ എത്ര പേർ റിയലൈസ് ചെയ്യുന്നുണ്ട്? എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞാൻ ആരെയും ഡിസിഷന് ഞാൻ ചെയ്യുന്നതല്ല, ബട്ട് ഞാനിപ്പോൾ കാണുന്ന ഒത്തിരി പേര് ഒരുപാട് പൈസ അവരെ വീട്ടിലേക്ക് വേണ്ടി ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാണുമ്പം ഇറ്റ് വാസ് യു ഹു ടോൾഡ് ദാറ്റ് മേക്ക് യൂസ് ഓഫ് ദാറ്റ് മണി. അപ്പം എനിക്ക് തോന്നുന്നില്ല ഒത്തിരി പേർക്ക് അറിയാം എവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ നാട്ടിൽ വീടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം ഞാൻ ചോദിച്ചു, റീസൺ വായി ചോദിച്ചപ്പോൾ എൻ്റെ വീട്ടുകാർ പറയുന്നുണ്ട്, അല്ലെ കൂട്ടക്കാർ പറയുന്നുണ്ട്. അതിന് ഞാനന്ന് നിങ്ങളുടെ അടുത്തൊരു ഉത്തരം പറഞ്ഞു. അതിൽ എത്രത്തോളം കൺവിൻസ്ഡ് ആണ്? ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ ഉത്തരം, നമുക്ക് അഡ്വൈസ് തരാൻ ഒരുപാട് പേരുണ്ട്. ഈ അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നും നോക്കിയാൽ മതിയാവും വെദർ ദേ ആർ ദ റൈറ്റ് അഡ്വൈസസ് എന്ന്. എവറിബഡി ഹാസ് എ ഗുഡ് ഹാർട്ട്, ബട്ട് അതുകൊണ്ട് അവർ തരുന്ന അഡ്വൈസ് ഫോളോ ചെയ്യണമെന്നില്ല. നമ്മളെ റാഷണൽ മൈൻഡിൽ വിത്ത് ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് കണ്ട് നമുക്ക് ബോധ്യപ്പെടുന്ന നമ്മളെ ഗോളായിട്ട് അലൈൻ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ ചെയ്യുക. നമ്മളെ ഗോൾസ് എന്തൊക്കെയാണ്? നല്ല കുട്ടികൾ, നല്ല എഡ്യൂക്കേഷൻ, നല്ല റിട്ടയർമെൻറ്റ് ലൈഫ്, നമ്മളെ മക്കളെ ഫ്യൂച്ചർ, പിന്നെ നമുക്ക് വേണ്ട ഫ്യൂച്ചറിലുള്ള നമുക്ക് നന്നായി ജീവിക്കാനുള്ള എക്സ്പെൻസ് കണ്ടുപിടിക്കുക. ഇതൊക്കെയാണ് നമ്മളെ ഗോൾസ്. ആ ഗോൾസിൽ അലൈൻ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് മാത്രമേ ഞാൻ ചെയ്യൂ. അല്ലാതെ ഒരാൾ നാട്ടിൽ വീടെടുക്കൂ അല്ലെങ്കിൽ നാട്ടിൽ സ്ഥലം എടുക്കൂ എന്ന് പറയുമ്പം ബ്ലൈൻഡ് ആയിട്ട് പോയി എനിക്ക് നാട്ടിലും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, അറിയാലോ, ഉണ്ട്. ബട്ട് അത് ഒരുപാട് പേര് പറഞ്ഞു കേട്ടത് ചെയ്ത് അതുകൊണ്ട് വലിയ റിട്ടേൺസ് ഇല്ലെങ്കിലും വലിയ ദോഷമൊന്നുമില്ല. ബട്ട്
ഇൻ ദ ഹൈൻസൈറ്റ് ഐ വുഡ് ഹാവ് ഇൻവെസ്റ്റഡ് ഇറ്റ് ഹിയർ. യാ, അത് നമ്മൾ എപ്പോഴും നമ്മൾ സ്ട്രോങ്ങർ കറൻസിയിൽ ഏൺ ചെയ്തിട്ട് വീക്കർ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് സ്ട്രോങ്ങർ കറൻസിയിൽ ലൈഫ് ലീഡ് ചെയ്യുമ്പോൾ അത് റിസ്ക് ആയിട്ട് തോന്നിയിട്ട് ഭയങ്കര റിസ്ക്കാണ്. അത് പക്ഷേ സൊസൈറ്റിയിൽ ഒരു എത്ര ശതമാനം ആൾക്കാർക്ക് അത് റിയലൈസ് ചെയ്തിട്ടുണ്ട്? എനിക്ക് അറിയില്ല, ബട്ട് ഐ ഡോണ്ട് തിങ്ക് മെനി ഹാസ്. ഇൻ യുവർ ഫ്രണ്ട് സർക്കിൾ, ഇൻ യുവർ നോൺ പേഴ്സൺ സർക്കിൾ? എനിക്ക് ആരും അറിയില്ല, എല്ലാവരും നാട്ടിൽ പൈസ അയക്കാന്നുള്ളത്. ഇന്ന് നമ്മുടെ സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ എല്ലാം പഠിക്കുന്നുണ്ട്. ഈവൻ റോക്കറ്റ് ഉണ്ടാക്കാൻ വരെ പഠിക്കുന്നുണ്ട്. ആ റോക്കറ്റിൻ്റെ ഗോള് സെറ്റ് ചെയ്യുന്നു, അല്ലെ ആ റോക്കറ്റിന് വേണ്ടിയിട്ടുള്ളൊരു ഫൈനാൻഷ്യൽ പ്ലാനിങ് പ്രോസസ്സ് പഠിക്കുന്നുണ്ടോ? ഇല്ല. ഒരു കോമൺമെൻറ്റ് പോട്ടെ, അവൻ്റെ വീട്ടിൽ ഒരു 100 ദിറംസ് കൊടുത്താൽ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നില്ല. ഇല്ല. അങ്ങനെയുള്ളൊരു കാലത്ത് നമുക്ക് ഫൈനാൻഷ്യൽ വിസ്റ്റം ഉണ്ടായാലും നമ്മൾ നന്നായിട്ട് ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുമ്പോൾ നമ്മളുടെ അടുത്ത് ഒരുപാട് ആൾക്കാർ ഫൈനാൻഷ്യൽ എക്സ്പെക്റ്റേഷനോടുകൂടി ചോദിക്കാറുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, അല്ലെ എത്ര പേർക്ക് ചെയ്യും, എത്ര രൂപ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും? നമുക്ക് വളരെ കുറച്ച് ആൾക്കാർക്ക് നമുക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റും. കാരണം എത്ര തന്നെ പൈസ ഉണ്ടായി കഴിഞ്ഞാലും നമ്മളെ ഗോൾസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് ഈ പറഞ്ഞ പോലെയാണ്, മീൻ കൊടുക്കുന്നതിന് പകരം മീൻ പഠിപ്പിക്കുന്നത് ബെറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു എനിക്ക് തോന്നുന്നത് അയാൾക്ക് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നതിനേക്കാളും അയാളെ ഫിനാൻഷ്യലി എഡ്യൂക്കേറ്റഡ് ആക്കുന്നതാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ് മേ നോട്ട് ഹെൽപ്പ് ഇൻ ദ ഷോർട്ട് റൺ, ബട്ട് ഓൺ ദ ലോങ് റൺ ആ സോളിന് ഏറ്റവും ബെസ്റ്റ് ആ ഒരു വഴി കാട്ടി കൊടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ഐ തിങ്ക് യു ആർ ഓൺ ദ റൈറ്റ് പാത്ത് ഡൂയിങ് ദിസ് ഫോർ പീപ്പിൾ. താങ്ക് യു ഫോർ യുവർ എന്താ പറയുക, ഈ ഒരു പോഡ്കാസ്റ്റിലേക്ക് നിങ്ങളുടെ ഇൻസൈറ്റ് തന്നത്. നമ്മുടെ ഇന്നത്തെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളുടെ ആ ഒരു ജേർണി, ടുഗെദർ ആയിട്ടുള്ള ഒരു ജേർണി നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക് ഇൻസൈറ്റ്ഫുള്ളാണ്. അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഷൂട്ടിൻ്റെ പേർപ്പസ്, അല്ല ഒരു പോഡ്കാസ്റ്റിൻ്റെ പേർപ്പസ്. അത് വളരെ സന്തോഷത്തോടെ എന്നോട് അസോസിയേറ്റ് ചെയ്യുന്ന രണ്ടു പേർക്കും താങ്ക് യു. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ രാഹുൽ, നമ്മൾ എങ്ങനെ ഒരു റിസോഴ്സിനെ യൂസ് ചെയ്യണമെന്ന് നമ്മളൊരു ഫോട്ടോ കണ്ടിട്ടില്ല. അതായത് ഒരാൾ ഒരുപാട് ലാഡറിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. ഒറ്റ ലാഡറിൻ്റെ മുകളിൽ നിന്നിട്ട് കയറി പോകാനുള്ള ഒരു വാളിന് അയാൾ ഒരുപാട് നമുക്ക് റിസോഴ്സസ് ഉണ്ടെങ്കിൽ പോലും ആ റിസോഴ്സസ് യൂസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഇപ്പോൾ രാഹുൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് കാണുമ്പം രാഹുൽ എന്ന് പറഞ്ഞ വ്യക്തിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും കൂടെ ആൾക്കാർ പഠിക്കണം. അവർക്ക് ആ ചോദ്യങ്ങൾ, നേരത്തെ പറഞ്ഞ ട്രാൻസ്പെറൻസി, യു ഹാവ് ടു ബി ട്രാൻസ്പെറൻറ്റ് വിത്ത് യു. രണ്ടാമത്തെന്ന് പറയുന്നത് നിങ്ങൾക്ക് പറയാൻ മനസ്സിലാക്കാൻ രീതിയിൽ അവരെയും ഡെവലപ്പ് ചെയ്യണം. കാരണം നിങ്ങൾ ആ ഒരു നോളജിൻ്റെ ഒരു ബാങ്കിൽ നിന്ന് നിങ്ങൾ പല കാര്യങ്ങൾ എടുത്തിടുമ്പം അത് മനസ്സിലാക്കാൻ നമ്മൾ ഒരുപാട് ഹോംവർക്ക് ചെയ്യണം എന്നുള്ളൊരു കാര്യമുണ്ട്. ഇറ്റ്സ് നോട്ട് ദറ്റ് ഐ ക്യാൻ പുട്ട് ദി എൻറ്റയർ തിങ് ഓൺ യു ആൻഡ് യു മാനേജ് മൈ ഫിനാൻസ്. നിങ്ങൾ ഒരുപാട് ഐഡിയാസ് ആയിട്ട് വരും, നിങ്ങൾ ഒരുപാട് എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് വരും. ഈ ഓപ്പർച്യൂണിറ്റീസും ഐഡിയാസും എനിക്ക് ബെനിഫിറ്റ് ചെയ്യുന്നുള്ളത് ഞാൻ എന്നെ എക്യുപ്പ് ചെയ്യണം. അതായത് ഈ പറയുന്നതൊക്കെ എനിക്കും ബെറ്ററാണ്. നമ്മുടെ ഗ്ലാസ് ഓൾറെഡി ഫുള്ളാക്കി വെച്ചിട്ട് എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞ് ഇരുന്നിട്ട് നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവില്ല. അപ്പം നിങ്ങൾ ഇനി മീറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരോട് എൻ്റെ ഒരു അപ്പീൽ എന്ന് പറയുന്നത്, ഗോ വിത്ത് എ ബ്ലാങ്ക് മൈൻഡ്. ലിസൺ ടു വാട്ട് എവർ യു ആർ ബീൻ ടോൾഡ് ഓർ ഇൻഫോംഡ് ഓർ അഡ്വൈസ്ഡ്. സിറ്റ് വിത്ത് ഇറ്റ്, സ്ലീപ്പ് ഓൺ ഇറ്റ്. എന്നിട്ട് റിജക്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു 2 മിനിറ്റ് ആലോചിക്കുക. ഓക്കെ, കുറച്ച് നേരം ആലോചിക്കുക, ഇതെൻ്റെ ലൈഫിൽ ബാധിക്കുമോ? പലപ്പോഴും യെസ് തന്നെയാണ് അതിൻ്റെ ഉത്തരം. ബട്ട് നമ്മളെ കപ്പ് ഫുള്ളായതുകൊണ്ട് നമുക്കതൊരിക്കലും റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഐ വോണ്ട് ടു ടെൽ ഓൾ യുവർ യങ് ക്ലയൻസ് ദാറ്റ് യു വിൽ മീറ്റ്. ഓക്കെ, ഈ ഒരു ചോദ്യം ചോദിച്ച കൂട്ടത്തിലെ ഒരു കാര്യം ഇവിടെ, നമ്മുടെ ഈ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ എക്സിറ്റ് സ്ട്രാറ്റജി, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടോ? എക്സിറ്റ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ക്ലാരിറ്റി ഉണ്ടോ? പ്ലാൻസിൻ്റെ എക്സിറ്റ് സ്ട്രാറ്റജിനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ടോ? ഇല്ലല്ലോ, ഇത് ഇന്നൊരു സീഡാണ്. അതെ, അല്ലല്ല, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എക്സിറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ഇപ്പോൾ ഇട്ടതിൻ്റെ കേസ് എന്താണെന്ന് ചോദിച്ചാൽ ഇനി വരാൻ പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഫണ്ട് അക്യുമുലേഷൻ വെൽത്ത് എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഞാൻ ഇട്ടത്. ഇനി വരുന്ന സംഭവമാണ് എക്സിറ്റ് സ്ട്രാറ്റജി. എക്സിറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫണ്ട് അക്വിസിഷൻ സ്ട്രാറ്റജിയാണ്. ഇനി എക്സിറ്റ് ഉണ്ട്. എക്സിറ്റ് സ്ട്രാറ്റജി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോസസ്സ് കഴിഞ്ഞു, എല്ലാം ചുറ്റിക്കെട്ടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണ്ടേ.
പ്ലാനിങ് കഴിഞ്ഞു, നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്തു, റീച്ച് ചെയ്തു. ആ ഗോൾ റീച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്നുള്ള എക്സിറ്റ് സ്ട്രാറ്റജി ഇല്ലേ, ഇത് പലപ്പോഴും പല ആൾക്കാർക്കും ക്ലാരിറ്റി ഇല്ല, നമുക്കില്ല. അല്ല അത് ഞാൻ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടത് എന്നാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ബ്ലാങ്ക് ആയില്ലേ, അതെ എക്സിറ്റ്. ആ ഒരു ബ്ലാങ്ക് ഇതുപോലെ ഇനി നമ്മുടെ പ്രോസസ്സിൽ നമുക്ക് ചെയ്യേണ്ടതാണ് ഒരു 5 കാര്യങ്ങളോട് അടുത്ത 10 വർഷത്തിൽ. താങ്ക് യു സോ മച്ച്. അപ്പോൾ താങ്ക് യു.